ഹായ് ഹലോ എന്തല്ല ഏ സോ നമ്മള് അസറ്റ് എക്സ്പെൻസ് ലയബിലിറ്റി ഇൻകം എല്ലാം നോക്കി അല്ലെ. ക്യാപിറ്റലിന്റെ പാർട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ല. സോ നമുക്ക് ക്യാപിറ്റലും ഡ്രോയിങ്സും കൂടെ നോക്കണം. ഓക്കെ, ക്യാപിറ്റൽ എന്താണ്, ഡ്രോയിങ്സ് എന്താണ്. സോ ടോക്കിംഗ് അബൌട്ട് ക്യാപിറ്റൽ, ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റലിനെ പറ്റി സംസാരിക്കുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് ഓണർ ബിസിനസ് ഓണർ ആരാണ്? ബിസിനസ് ഓണർ പുള്ളിയുടെ ബിസിനസ്സിലേക്ക് പുള്ളിയുടെ എന്തിലേക്ക് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് എന്ത് ചെയ്യണ കേസാ ഇത്? ബിസിനസ്സിലേക്ക് ബിസിനസ് ഓണർ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് ഓണർ പുള്ളിയുടെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? എനിത്തിങ് ഇൻട്രൊഡ്യൂസ്ഡ്. എനിത്തിങ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? എനിത്തിങ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഫോം ഓഫ് എന്താണ്? ക്യാഷ് ഓർ കൈൻഡ്. ക്യാഷ് ആവാം, അല്ലെങ്കിൽ കൈൻഡ് ആവാം. ക്യാഷ് ഓർ കൈൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ ക്യാഷ് ഓർ കൈൻഡ് എന്ന് പറയുമ്പോൾ കൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എടാ, കൈൻഡ് എന്ന് പറയുന്നത് അതെന്തൊക്കെയാവാം? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഫോം ആവാം. എന്ന് പറഞ്ഞാൽ മിഷനറി, അല്ലെങ്കിൽ ഫർണിച്ചർ, ഓർ അതെന്താവാം? ഗുഡ്സ് ആവാം. ഗുഡ്സ് എന്ന് പറയുമ്പോൾ കറന്റ് അസറ്റും ആവാം. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളൊരു ഹോൾ, എന്താ പറയാ, ഒരു സെന്റൻസ് ബേസ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ഒരു ഡയഗ്രത്തിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലെ. ഒറ്റൊരു പരിപാടിയിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. സെറ്റ് അല്ലേ അത്? ആ സെറ്റ് അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് എനിത്തിങ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ബിസിനസ് ഓണർ ആണ്. എങ്ങോട്ട്? ടു ദി എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബൈ വേ ഓഫ് ക്യാഷ് ഓർ കൈൻഡ്. അപ്പൊ ക്യാഷ് ഓർ കൈൻഡ് എന്ന് പറയുമ്പോൾ കൈൻഡ് എന്തൊക്കെ വരാം? അത് ഫിക്സ്ഡ് അസറ്റ് ആവാം, അല്ലെങ്കിൽ അത് ഗുഡ്സ് ആവാം. സോ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ഹൗ ടു ഫൈൻഡ് ദി ക്ലോസിംഗ് ക്യാപിറ്റൽ. നമ്മൾ എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? എന്താ പറയാ? ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നത് പഠിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ പഠിക്കാനായിട്ട് ഞാനൊരു ഒരു വേ ഓഫ് ഫോർമാറ്റ് തരാം. അത് എപ്പോഴും ആലോചിച്ച് വെക്കൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അതിലൊന്നാണ്, ആദ്യം എന്താ വരുന്നത്? ആദ്യം നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതിനോടൊപ്പം പ്ലസ് ചെയ്യണം എന്ത്? അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി അഡീഷണലി, അത് കൂടാതെ നമ്മൾ വേറെയും കുറച്ച് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആവും. ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ഓക്കെ ആണോ? ഇത് ഓക്കെ അല്ലടാ? അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ ഇയർ. ഇനി താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇനി അടുത്ത ആഡ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിന്റെ ഒപ്പം നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും? പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആഡ് ചെയ്യും. എന്ത് ആഡ് ചെയ്യും? പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ഇനി മൈനസ് ചെയ്യുന്നത് ലോസ് ഫോർ ദി ഇയർ. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഇനി അതേപോലെ വരുന്നതാണ് കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ മേളിൽ നമുക്ക് കുറച്ച് എന്ത് കിട്ടുന്നുണ്ടാവും? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത് ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യും. ഇനി അതേപോലെ തന്നെ മൈനസ് ചെയ്യേണ്ട ഒന്നാണ് ഡ്രോയിങ്സ്. അപ്പൊ സാറേ, ഡ്രോയിങ്സ് എന്താന്ന് പറഞ്ഞില്ലല്ലോ. അതിനു മുന്നേ സാറ് ഡ്രോയിങ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവൂല. പക്ഷെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പക്ഷെ ഡ്രോയിങ്സ് എന്താക്കണം? മൈനസ് ചെയ്യണം. ഇനി അതേപോലെ വേറൊരു കേസും കൂടെ ഉണ്ട്. മൈനസ് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയാണ് എന്ത്? ഈ ഡ്രോയിങ്സിന്റെ മേളിൽ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ്.
ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇവിടെ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് എന്ത്? ഫൈനൽ ആൻസർ ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതി വെച്ചോളെ. ഈ ഒരു സാധനം എഴുതി വെക്കാം, ഈ ഒരു ഫോർമാറ്റ്. ഹൗ ടു ഫൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഇത്. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ട് വേണേ നമുക്ക് തിരിച്ചു പോകാനും പറയും. എടാ, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറയും? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്, അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്, അതോ അല്ലെങ്കിൽ എന്താ പറയാ പ്രോഫിറ്റ് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് എക്സസൈസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അതിനു മുന്നായിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരണം? ഡ്രോയിങ്സ് എന്താന്ന് പറഞ്ഞു തരണം. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എന്താന്ന് പഠിച്ചു. ഓക്കെ, ക്യാപിറ്റൽ എന്താന്ന് പഠിച്ചു. ക്യാപിറ്റൽ എന്താണ്? ബിസിനസ് ഓണർ എന്തും ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ കൈൻഡ്. എങ്ങോട്ടേക്ക്? ബിസിനസ്സിലേക്ക്. അപ്പൊ കൈൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫിക്സ്ഡ് അസറ്റ് ആവാം, ഗുഡ്സ് ആവാം. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കറന്റ് അസറ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? സോ അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു കേസാണ് ഡ്രോയിങ്സ് എന്താന്നുള്ളത്. അപ്പം അതൊരു റിഡക്ഷൻ ആണ്. ഏതിൽ നിന്ന്? ക്യാപിറ്റൽ. ഓരോരോ പോയിന്റ് വൈസ് ചെയ്തത് നമ്മള് ഡ്രോയിങ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? ആദ്യത്തെ പോയിന്റ് പറയാണ്, അതൊരു റിഡക്ഷൻ ഫ്രം എ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മൈനസ് ചെയ്തത്. റിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്തല്ല? ഡ്രോയിങ്സ് ഈസ് നോട്ട് എ ബിസിനസ് എക്സ്പെൻസ് അല്ല. ഡ്രോയിങ്സ് എന്തല്ല? ഒരു ബിസിനസ് എക്സ്പെൻസ് അല്ല. ഓക്കെ, സി അതെന്തല്ല? എന്നല്ല, ബിസിനസ് എക്സ്പെൻസ് അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് ദി പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി ഓണർ. ഇറ്റ് ഈസ് ദി പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി ഓണർ. അത് ഓണറിന്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ എക്സ്പെൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അതെന്താ പറയുന്നത്? അത് എങ്ങോട്ട് എടുക്കൂല? നോട്ട് ടേക്കൺ ഇൻ ടു P&L while ascertaining profit and loss. Not taken into profit and loss account while ascertaining എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ അവര് പറയാണ് അത് എന്തിലേക്ക് എടുക്കില്ല? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കില്ല വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ ഇന്റൻഷൻ എന്താ? അടാ, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് ബിസിനസ് എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് അത് P&L കാണിക്കേണ്ടത്. അപ്പം അത് എവിടെ കാണിക്കും? അത് നമ്മൾ ബാലൻസ് ഷീറ്റില് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പം ഇവിടെ വെച്ച് എന്താക്കും? കുറക്കും. ഡ്രോയിങ്സ് ഇവിടെ മൈനസ് ചെയ്യും. കാരണം എന്താ? അത് ബിസിനസ് എക്സ്പെൻസ് അല്ല, പേഴ്സണൽ എക്സ്പെൻസ് ആണ്. ഓക്കെ, ആ ഡ്രോയിങ്സിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്താക്കും? കുറക്കും. ക്ലിയർ ആയോടാ? ഈസി അല്ലേ? ഭയങ്കര ഈസി അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇനി ഡ്രോയിങ്സും എന്തൊക്കെ ഫോമിലായിരിക്കാം? അത് ക്യാഷ് ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ കൈൻ ഫോമിലായിരിക്കാം. ഇനി ഇതൊന്നും ഉദ്ദേശിക്കുന്ന എന്താ? എനിത്തിങ് വിഡ്രോൺ ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ് ആണ്. എന്താ പറയുന്നത്? എനിത്തിങ് വിഡ്രോൺ ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ്. അപ്പം ഇതാണ് ബിസിനസ്. ഇതാണ് നമ്മുടെ എന്ത്? ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഓണർ എന്താക്കാണ്? ഓണറിന്റെ ആവശ്യത്തിനായിട്ട് ഫർണിച്ചർ, പേഴ്സണൽ ഇൻഷുറൻസ് പെയ്ഡ്, ഇനി ഹൗസ് ഹോൾഡ് റെന്റ്, ഇതൊക്കെ എന്താ സംഭവം? എടാ, ഫർണിച്ചർ എന്ന് പറയുന്ന സാധനം ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അത് ആരുടെ സാധന? ബിസിനസിന്റെ ആയിരുന്നു.
അത് ബിസിനസിന്റെ ഓണർ എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞത് കൊണ്ട് അത് ബിസിനസിന്റെ എക്സ്പെൻസ് ആവോ? ഇല്ല. സോ അത് പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അതിന് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് കണ്ടെത്തും. 2, പേഴ്സണൽ ഇൻഷുറൻസ് പെയ്ഡ്. പുള്ളിയുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആളെന്ത് ചെയ്തു? കമ്പനിയുടെ പൈസ കൊണ്ട് അടിച്ചു. അപ്പൊ കമ്പനിയുടെ പൈസ കൊണ്ട് അടക്കുമ്പം ഏഹ് കമ്പനിയുടെ പൈസ കൊണ്ട് അടക്കുമ്പം ആ പൈസ എന്താവും? ഡ്രോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഇനി ഹൗസ് ഹോൾഡ് റെന്റ്, എന്റെ വീടിന്റെ റെന്റ്, ഓണറിന്റെ വീടിന്റെ റെന്റ് ഓണർ എന്ത് ചെയ്തു? നമ്മുടെ ഫേമിലെ അല്ലെങ്കിൽ കമ്പനിയിലെ പൈസ എടുത്തിട്ട് അടിച്ചു. അതും എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? അത് ബിസിനസ് എക്സ്പെൻസ് അല്ല, അത് പേഴ്സണൽ എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി ഡീംഡ് ആസ് ഡ്രോയിങ്സ്. വെരി ഗുഡ്. സോ ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ തരാം. എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടതിന്റെ ഇതിന്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് ഞാൻ എന്താക്കാം? ഞാൻ അതിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ ഓക്കെ ഡൺ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,25,000 ആണ്. ഇനി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 50K ആണ്. ഇനി പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 80,000 ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15,000 ആണ്. ആൻഡ് ഫൈനലി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 55,000 ആണ്. നിങ്ങൾ ഇവിടെ കണ്ടെത്തേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്തും. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്തണം. ഇനി അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh and 1,30,000 ആണ്. 1 lakh and 1,30,000 ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12,000 ആണ്. ഇനി അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ആണ്. ആൻഡ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 45,000 ആണ്. നിങ്ങൾ ഇവിടെ കണ്ടെത്തേണ്ടത് കാൽക്കുലേറ്റ് ഡ്രോയിങ്സ് ഫോർ ദ ഇയർ. Calculate drawings for the year. ഇതാണ് ക്വസ്റ്റ്യൻ. സോ 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഞാൻ പേഴ്സണലി അല്ലെങ്കിൽ ആ കമന്റിന് ഞാൻ റിപ്ലൈ ആയിട്ട് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് പറയാം. ഓക്കെ, സോ ഡൺ. അപ്പോ ക്യാപിറ്റലും ഡ്രോയിങ്സും ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് കയറാൻ പോവാ. ജേർണലിലേക്കെല്ലാം പതുക്കെ പതുക്കെ കയറും. എങ്ങനെയാണ് ജേർണൽ പാസ് ചെയ്യേണ്ടത്? ആ ജേർണൽ പാസ് ചെയ്യുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ നേച്ചർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഒരു കോൺസെപ്റ്റുവൽ വീഡിയോയും കൂടി നമ്മൾ ഇട്ടു. ഓക്കെ, അതിനുശേഷമായിരിക്കും ഡെബിറ്റും ക്രെഡിറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് ഇടാം. ഓക്കെ, ബൈ ബൈ.